ഹായ്, എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും അവരവരുടേതായ വലിയ സ്വപ്നങ്ങളുണ്ടാകും, അല്ലേ? രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് അത് ചെയ്യണം, നാളെ ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ പറയുമെങ്കിലും ദിവസാവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക് ഒരു പടി പോലും നമ്മൾ നടന്നിട്ടുണ്ടാകില്ല. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, എൻ്റെ സ്വപ്നം വെറും സ്വപ്നമായി മാത്രം അവശേഷിച്ചു. ഇല്ലേ? ഇതൊരു സർവ്വസാധാരണമാണ്. എന്നാൽ ഇത് മാറ്റി എഴുതിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അവളുടെ പേര് ദീപ എന്നാണ്. ആ ദീപിയുടെ കഥ ഞാൻ ഇവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു ബുധനാഴ്ച രാവിലെ ദീപിയുടെ അലാറം പതിവ് പോലെ 6 മണിക്ക് തന്നെ മുഴങ്ങി. സാധാരണ ദിവസങ്ങളിൽ അവൾ അലാറം ഓഫാക്കി വീണ്ടും പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതവൾ ചെയ്തില്ല. എഴുന്നേറ്റ് ജനലിന്റെ കർട്ടനുകൾ മാറ്റി. പുറത്തേക്ക് നോക്കിയപ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ചുവപ്പുരാശി പടർത്താൻ തുടങ്ങിയിരുന്നു. ആ കാഴ്ച എന്തോ ഒരു പ്രത്യേക ഊർജം നൽകി. അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് തന്റെ ഡയറി എടുത്ത് ഇരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഡയറി. അതിൽ എന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്ന മനോഹരമായി എഴുതിയിരുന്നു. ഇതിലെ ആദ്യ പേജിൽ തന്നെ അവൾ ഇന്നത്തെ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ കുറിച്ചു. 1. പുതിയ റെസിപ്പി കണ്ടെത്തുക. ഓറഞ്ച് ഫ്ലേവർ ഉള്ള ഒരു കേക്കിന്റെ റെസിപ്പി പഠിക്കാൻ തീരുമാനിച്ചു. കാരണം തന്റെ ബേക്കറിയിൽ പുതുമയുള്ള വിഭവങ്ങൾ വേണമെന്ന് അവൾക്കറിയാമായിരുന്നു. ബേക്കറിക്ക് സ്ഥലം കണ്ടെത്തുക. ഓൺലൈനിൽ തിരഞ്ഞെടുത്ത 4 സ്ഥലങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുക. ഓരോ സ്ഥലത്തിന്റെയും വാടക, ചുറ്റുവട്ടത്തെ ജനങ്ങൾ, മറ്റു കടകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുക. 3. സിന്ധു ചേച്ചിയുടെ അടുത്തേക്ക് പോവുക. പുതിയ റെസിപ്പിയെക്കുറിച്ച് സിന്ധു ചേച്ചിയോട് സംസാരിച്ച് അവരുടെ അഭിപ്രായം തേടുക. അവർ ഒരുപാട് കാലമായി ബേക്കിംഗ് ചെയ്യുന്ന ആളാണ്. അവരുടെ ഉപദേശം ദീപയ്ക്ക് വലിയ സഹായകമാകും. ഈ 3 കാര്യങ്ങളും എഴുതി വെച്ചപ്പോൾ അവൾക്ക് ഒരു വ്യക്തത ലഭിച്ചു. ഇനിയുള്ള മണിക്കൂറുകൾ വെറുതെ കളയാനുള്ളതല്ല, തന്റെ സ്വപ്നത്തിനായി പ്രവർത്തിക്കാനുള്ളതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ദീപ ഒരു സാധാരണ ഓഫീസ് ജീവനക്കാരിയാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ അവൾക്ക് തിരക്കുള്ള ജോലിയുണ്ട്. പക്ഷെ ആ ജോലി തിരക്കിനിടയിലും അവൾ തന്റെ സ്വപ്നത്തെ മറന്നില്ല. ഉച്ചഭക്ഷണത്തിനായുള്ള ഇടവേളയിൽ സഹപ്രവർത്തകർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ ഫോണിൽ ഓറഞ്ച് കേക്കിന്റെ റെസിപ്പി തിരഞ്ഞുകൊണ്ടിരുന്നു. പല യൂട്യൂബ് ചാനലുകളിലും വെബ്സൈറ്റുകളിലും അവൾ പരിശോധിച്ചു. അതിൽ ഏറ്റവും ആകർഷകമായി തോന്നിയ ഒരു റെസിപ്പി അവൾ തന്റെ ഡയറിയിൽ കുറിച്ചെടുത്തു. അതിനുശേഷം അവൾ ബേക്കറിക്ക് പറ്റിയ സ്ഥലങ്ങൾ ഓൺലൈനിൽ തിരയാൻ തുടങ്ങി. കൊച്ചി കൊമേഴ്സ്യൽ സ്പേസ് ഫോർ റെന്റ് എന്ന ഗൂഗിളിൽ ടൈപ്പ് ചെയ്തു. കിട്ടിയ ലിസ്റ്റിൽ നിന്നും 4 സ്ഥലങ്ങൾ അവൾ തിരഞ്ഞെടുത്ത് അവയുടെ വിവരങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു. ഓരോ സ്ഥലത്തിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും അവൾ മനസ്സിൽ കണക്കുകൂട്ടി. വൈകുന്നേരം ഓഫീസ് വിട്ടതിനു ശേഷം അവൾ നേരെ വീട്ടിലേക്ക് പോയില്ല. പകരം ഒരു ബസ് പിടിച്ച് അടുത്തുള്ള ബേക്കറിയിൽ കയറി അവിടെ നിന്ന് ഒരു ഓറഞ്ച് കേക്കിന്റെ പീസ് വാങ്ങി കഴിച്ചു. തന്റെ റെസിപ്പിയിലെ കേക്കിന് ഈ രുചി ഉണ്ടാകുമോ എന്ന് അവൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവിടെ നിന്നും ഇറങ്ങിയ ശേഷം അവൾ നേരെ അയൽക്കാരിയായ സിന്ധു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ചേച്ചി, ഞാൻ ഒരു പുതിയ കേക്കിന്റെ റെസിപ്പി കണ്ടുപിടിച്ചു, ദീപ ആവേശത്തോടെ പറഞ്ഞു. ഓറഞ്ച് കേക്കാണ്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? സിന്ധു ചേച്ചി ചിരിച്ചുകൊണ്ട് ദീപയെ അകത്തേക്ക് ക്ഷണിച്ചു. വന്നിരിക്കു ദീപേ, നിനക്ക് എന്റെ കയ്യിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സിന്ധു ചേച്ചി അടുക്കളയിലേക്ക് പോയി അവർക്ക് 2 പേർക്കും കാപ്പി ഉണ്ടാക്കി. ആ കാപ്പി കുടിക്ക് ശേഷം അവർ കേക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഓറഞ്ച് ജ്യൂസിന് പകരം ഓറഞ്ച് സെസ്റ്റ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും കേക്ക് കൂടുതൽ മൃദുവാക്കാൻ ചേർക്കേണ്ട ഒരു ചേരുവയെക്കുറിച്ചും സിന്ധു ചേച്ചി പറഞ്ഞു. ദീപ അതെല്ലാം തന്റെ ഡയറിയിൽ കുറിച്ചെടുത്തു. ആ സംഭാഷണം ദീപയ്ക്ക് പുതിയ അറിവുകൾ നൽകി, ഒപ്പം ലക്ഷ്യത്തിലേക്കുള്ള ആത്മവിശ്വാസവും. രാത്രി 9 മണിയോടെ ദീപ വീട്ടിൽ തിരിച്ചെത്തി. ക്ഷീണിതയായിരുന്നെങ്കിലും മനസ്സിന് ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു അന്ന്. അവൾ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഡയറി വീണ്ടും തുറന്നു. ഇന്നത്തെ ദിവസം ചെയ്ത കാര്യങ്ങൾ അവൾ രേഖപ്പെടുത്തി. ഓറഞ്ച് കേക്കിന്റെ പുതിയ റെസിപ്പി പഠിച്ചു. ബേക്കറിക്ക് വേണ്ടിയുള്ള 4 സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. സിന്ധു ചേച്ചിയുമായി സംസാരിച്ച് ബേക്കിംഗ് സംബന്ധമായ പുതിയ അറിവുകൾ നേടി. ഓരോ കാര്യത്തിനു മുന്നിൽ ഒരു ടിക്ക് മാർക്കിട്ട് അവൾ ചിരിച്ചു.
തന്റെ സ്വപ്നത്തിലേക്ക് ഒരു പടി കൂടി മുന്നോട്ട് പോയ ഒരു ദിവസമായിരുന്നു ഇന്നത്തേതെന്ന് അവൾ മനസ്സിലാക്കി. അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ അവൾ കുറിച്ചു. അങ്ങനെ ദീപ സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ ചുവടുകളിലൂടെയാണ് ദീപ തന്റെ സ്വപ്നമായ ബേക്കറി യാഥാർത്ഥ്യമാക്കിയത്. ഓരോ ദിവസവും ഒരു നിമിഷം പോലും വെറുതെ കളയാതെ അവൾ തന്റെ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു. ആ വലിയ ലക്ഷ്യത്തിന് പിന്നിലെ ശക്തി ഈ ചെറിയ പരിശ്രമങ്ങളായിരുന്നു.